യെസ് മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്സിലെ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ നമുക്ക് നേരെ സമയം കളയാതെ ചാപ്റ്റേഴ്സിലേക്ക് പോകാം. കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ ഇതിന്റെ തുടക്കത്തിലുള്ള കുറെ തിയറി പോർഷൻസ് ആൻഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് പരീക്ഷയ്ക്ക് എക്സാമിന് വരുന്ന സാധനങ്ങൾ ഓറിയന്റഡ് ആയിട്ട് മാത്രം പഠിച്ചു പോവുക. സാധാരണ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ ഇന്റിജർ ഉണ്ട്, റിയൽ നമ്പേഴ്സ് ഉണ്ട്, ഈ പറയപ്പെട്ട ആളുകളിൽ ഒന്നും പെടാത്ത നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യല് A+IB എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇയാളെ നമ്മൾ എന്ത് പേര് വിളിക്കും? റിയൽ പാർട്ട് എന്ന് പേര് വിളിക്കും. ഇയാളെ നമ്മൾ ഇമാജിനറി പാർട്ട് എന്ന് പേര് വിളിക്കും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പോ ഈ കാണുന്ന ഐനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ പഠിക്കാൻ പോകുന്നത്. ഐന്റെ വാല്യൂ പഠിച്ചു വെക്കുക. ഐ അല്ലെങ്കിൽ അയോട്ട എന്ന് പറയുന്ന മഹാന്റെ വാല്യൂസ് പഠിച്ചു വെക്കുക. ഐന്റെ വാല്യൂ എത്രയാടാ? √-1 ആണ്. അങ്ങനെയാണെങ്കിൽ I² എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? റൂട്ടിനെ സ്ക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും റൂട്ട് ക്യാൻസൽ ആയി പോവാണ് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും? -1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ I³ എന്ന് പറഞ്ഞാൽ എന്താ? I² നമുക്കറിയാം -1 ആണ്. I³ എന്ന് പറഞ്ഞാൽ അതിനൊന്നും കൂടി I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതല്ലേ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? -I എന്ന ആൻസർ കിട്ടി. അതേപോലെ I⁻⁴ എന്ന് പറഞ്ഞാൽ +1 ആണ്. എന്തുകൊണ്ട് കിട്ടി? I⁻⁴ എന്ന് പറഞ്ഞാൽ I² × I² ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. I² വാല്യൂ -1 ആണ്. ഈ I² വാല്യൂ -1 ആണ്. -1 × -1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? +1 എന്ന് കിട്ടും. സോ ഐന്റെ വാല്യൂസ് മനസ്സിലാക്കി വെക്കുക. സോ ഈ ഐന്റെ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ പവർ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, അതായത് I⁻⁴, I⁻8, I⁻100 ഇവരുടെ ഒക്കെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. എന്താണടാ? ഇവരുടെ എല്ലാ വാല്യൂ 1 ആയിരിക്കും. കാരണം എന്താ? നിങ്ങൾ ഈ പവർ ആയിട്ട് തന്നിട്ടുള്ള ആളിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 4ന്റെ മൾട്ടിപ്പിൾ ആണോ? ആൻസർ എന്താണ്? 1 ആണ്. ഇതിന്റെ ഒക്കെ ആൻസർ എന്താടാ? 1 ആണ്. ഇനിയോ നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 1 ആണ് റിമൈൻഡർ വരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് I⁻5, 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 അല്ലേ കിട്ടുക. I⁻9 ഇതിനൊക്കെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 1 ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ്? I ആണ് ആൻസർ. അതേപോലെ റിമൈൻഡർ 2 ആണ് കിട്ടുന്നതെങ്കിൽ -1 ആണ് ആൻസർ. എന്താണ് ചെയ്യേണ്ടത്? പവർ ആയിട്ട് തന്നിട്ടുള്ള ആളെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടുന്ന റിമൈൻഡർ എത്ര നോക്കുക. റിമൈൻഡർ ഇല്ല, 0 ആണെങ്കിൽ 1 ആണ് ആൻസർ. കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 1 ആണ് റിമൈൻഡർ എങ്കിൽ I ആൻസർ കിട്ടും. 2 ആണ് റിമൈൻഡർ എങ്കിൽ -1 കിട്ടും. 3 ആണെങ്കിൽ -I എന്നും ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. നമ്മൾ നേരെ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. നമ്മള് കോംപ്ലക്സ് നമ്പർ A+IB എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറിന്റെ എടുത്തു. ആ കോംപ്ലക്സ് നമ്പറിന്റെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ആണ് കോൺജുഗേറ്റ്. എന്താണ് പഠിക്കാനുള്ളത്? കോൺജുഗേറ്റ്. കോൺജുഗേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് Z വെച്ചിട്ടാണ്. അതായത് A+IBന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് A-IB ആണ്. അതായത് 5 + 3i എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കോംപ്ലക്സ് നമ്പർ തന്നാൽ ഇയാളുടെ എന്ത് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു? കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതി കൊടുക്കേണ്ടത്? 5 - 3i അത്രേ ഉള്ളൂ. ഈ പ്ലസ് മാറ്റിയിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയാടാ, ഇവിടെ നോക്കിയേ 3i - 2. ഇയാളുടെ കോൺജുഗേറ്റ് എന്താണ്? എല്ലാവരും ആദ്യം തന്നെ കൊണ്ടേക്കാണ്ട് 3i + 2 എന്ന് എഴുതി കൊടുക്കും. തെറ്റാണ്. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇവിടെ അങ്ങോട്ട് നോക്കിയേ, ആരുടെ സൈനാ മാറ്റിയത്? ഐന്റെ അയോട്ട ഉള്ള ആളുടെ സൈൻ, അയോട്ടന്റെ തൊട്ട് മുമ്പിലുള്ള സൈനാണ് നമ്മൾ മാറ്റി കൊടുത്തിട്ടുള്ളത്. എന്തിന്റെ അല്ല? രണ്ടാമത്തെ ആളുടെ സൈൻ അല്ല മാറ്റി കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ അയോട്ട ഉള്ള ആളെ ഇവിടെ എഴുതി കൊടുത്തിട്ടുള്ളത്, ഫസ്റ്റിലാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇയാളുടെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് ഉള്ളത് നമ്മൾ ഇവിടെ എന്താക്കിയിട്ട് കൊടുക്കും? മൈനസ് ആയിട്ട് കൊടുക്കും. ശരിക്കും അത് നേരെ തിരിച്ചാണ് എഴുതി കൊടുക്കേണ്ടത്. ഇത് ഇങ്ങനെ എഴുതി കൊടുത്തു, നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? അതായത് അയോട്ട ഉള്ള ആളെ നമ്മൾ എന്താ പേര് വിളിക്കുക? ഇമാജിനറി പാർട്ട് എന്നാണ് പേര് വിളിക്കുക. സോ ഇമാജിനറി പാർട്ടിന്റെ സൈനാണ് മാറ്റി കൊടുത്താൽ മതി. ഇയാളെ നമ്മൾ എന്താ പേര് വിളിക്കുക? റിയൽ പാർട്ട് എന്ന് പേര് വിളിക്കും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള റിയൽ പാർട്ട് ഏതാന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്? 5 എന്ന് എഴുതി കൊടുക്കും. ഇമാജിനറി പാർട്ട് ഏതാന്ന് ചോദിച്ചാൽ എന്താ എഴുതി കൊടുക്കേണ്ടത്? 3 എന്ന് എഴുതി കൊടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. അതിലുള്ള ആളെ നമ്മൾ ഇമാജിനറി പാർട്ട് എന്ന് വിളിക്കും. അടുത്താണ് മോഡുലസ്. ആരാണ്ട? മോഡുലസ്. അതായത് A+IB എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: √A² + B². ആരെങ്കിലും പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഐനെ ആലോചിക്കേ വേണ്ട. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ഒരു മഹാനെ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. Z ഇൻവേഴ്സ് എന്ന് പറയുന്ന ഇക്വേഷൻ, അതായത് Z ഇൻവേഴ്സ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യല്. Z⁻⁻1 എങ്ങനെ കണ്ടുപിടിക്കല്? Z⁻mod Z² കണ്ടുപിടിച്ചാൽ പരിപാടി ഓക്കെ ആണ്. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ ആണല്ലോ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ, എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ I⁻9 + I⁻14 ഇൻ ദ ഫോം ഓഫ് A+IB എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. എന്നാ ഇനി ഇവിടെ നോക്കിയാടാ, I⁻9 നമ്മൾ നേരത്തെ പറഞ്ഞു റൈസ് ടു എന്ത് തന്നെ വന്നാലും അയാളെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇവിടെ നമ്മൾ 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ആൻസർ എന്താണെന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ആൻസർ നമുക്ക് ഇവിടെ വിഷയമല്ല. റിമൈൻഡർ എന്താ? റിമൈൻഡർ ഇവിടെ വരുന്നത് 1 ആണ്. റിമൈൻഡർ 1 വന്നാൽ എന്താണ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നോക്കിയാടാ, റിമൈൻഡർ 1 വന്നാൽ ആൻസർ എന്തായിരിക്കും? I ആയിരിക്കും എന്നാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എന്ത് എഴുതി കൊടുത്തു? I എന്ന ആൻസർ എഴുതി കൊടുത്തു.
ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? എന്നാൽ ഇവിടെ നോക്കിയേ, അടുത്തതാരാ? I⁻14 ആണ് ആള്. ഈ 14 നമ്മൾ ഇതേ പരിപാടി എടുത്തു. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തു? 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കൊണ്ട് മര്യാദക്ക് പോകുന്ന ആൾ എത്രയാണ്? 12 ആണ്. അതാണ് ഇവിടെ എങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്? I⁻12 × I² എന്ന് എഴുതി വെച്ചത്. I⁻12 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. റിമൈൻഡർ എത്ര വരുന്നത്? 2 ആണ് റിമൈൻഡർ വരുന്നത്. അപ്പോൾ I² വാല്യൂ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് I² വാല്യൂ എന്ന് പറയുന്നത്? √-1 × √-1, അതായത് √-1ന്റെ സ്ക്വയർ. അങ്ങനെ നമുക്ക് ആൻസർ എന്ത് കിട്ടി? -1 ആൻസർ കിട്ടി. സോ 1 × -1 ആൻസർ എന്താണ്? -1 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ I⁻9 ഉം I⁻14 ഉം ആഡ് ചെയ്താൽ I + -1 എന്ന് കിട്ടും, അതായത് I-1 എന്ന് കിട്ടും. നമ്മൾ A + IB എന്നുള്ള ഫോമിലാണ് എഴുതുക, അതായത് രണ്ടാമത്തെ ആളായിട്ടാണ് ആരെ എഴുതി കൊടുക്കല്? ഇമാജിനറി പാർട്ടിനെ എഴുതി കൊടുക്കല്. സോ I എടുത്ത് അപ്പുറത്തേക്ക് കിട്ടും. സോ -1 + I എന്ന് കിട്ടും. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റിയൽ പാർട്ട് ആരാണ്? -1. ഇമാജിനറി പാർട്ട് ആരാണ്? അതിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? I ഒരാളില്ലേ? ഒരു I ഉണ്ടല്ലോ. സോ ഐന്റെ വാല്യൂ എന്താ? സോറി, ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ 1 ആയിരിക്കും. സോ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് I⁻−35 ആണ്. ഒരു നമ്പറിന്റെ പവർ ആയിട്ട് മൈനസ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, അതിന് നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാനായിട്ട് പറ്റും? I⁻−35 എന്നല്ലേ പറഞ്ഞത്, അതിനെ 1 / I⁻35 എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കാം. അതാണ് ഇവിടെ എഴുതി കൊടുത്തിട്ടുള്ളത്, 1 / I⁻35. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടിയിലേക്ക് പോവാണ്. 35നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത് നോക്കണം. റിമൈൻഡർ എത്രയാണ് കിട്ടുക? 3 ആണ് കിട്ടുക. കറക്റ്റ് 32 പോകും. നിങ്ങൾക്ക് ഈ 32 പോകുമെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, റിമൈൻഡർ എത്ര വരുന്നെങ്കിലും കണ്ടുപിടിച്ചാൽ മതി. പകരം I⁻32 എന്ന് എഴുതുന്നതിന് പകരം നിങ്ങൾ ആദ്യം തന്നെ 1 × എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ വരിക I⁻32 എന്നുള്ളതിന് പകരം എങ്ങനെ ഉണ്ടാവും? 1 / 1 × I³ നിങ്ങളാണ് എഴുതി കൊടുത്താൽ മതി, കുഴപ്പമില്ല, ആൻസർ ശരിയായിക്കോളൂ. I³ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ്? -I ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി I³ എന്നുള്ള പരിപാടി ⁻3 ആണ് അവിടെ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. റിമൈൻഡർ 3 വന്നാൽ -I ആണ് ആൻസർ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 1/-I എന്ന ആൻസർ കിട്ടും. എന്ത് കിട്ടുക? 1/-I. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക, കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഫൈനൽ ആൻസർ ആയിട്ട് ആ I എന്ന് പറയുന്ന ചെങ്ങായി താഴെ വരുന്ന ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്താൻ പറ്റത്തില്ല. I-നെ മുകളിലേ മാത്രമേ വരാൻ പാടുള്ളൂ, ഡിനോമിനേറ്റർ ആയിട്ട് I വരാൻ പറ്റൂല. അപ്പൊ ഡിനോമിനേറ്ററിലുള്ള I-നെ ഒഴിവാക്കാൻ എന്താ മാർഗം? താഴെ മേലെയാണ്ട് I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ 1 × I എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? I എന്ന് തന്നെ കിട്ടും. I × I ചെയ്താലോ I² കിട്ടും. ഇവിടെ പുറത്തൊരു മൈനസ് ഉണ്ട്, ആ മൈനസിനെ മറക്കരുത്, പ്രത്യേകം ഓർമ്മിക്കുക. സോ I² എന്ന് നമുക്ക് ആൻസർ കിട്ടും. I² വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? -1 ആണ്. അപ്പൊ ഇവിടെ പുറത്തൊരു മൈനസ് ഉണ്ട്, ഉള്ളിലൊരു മൈനസ് ഉണ്ട്. അപ്പൊ രണ്ട് മൈനസും കൂടെ ക്ലാഷ് ആയിട്ട് ഇല്ലാണ്ടായി പോകും. സോ I/, എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. I/1 എന്ന് പറഞ്ഞാൽ എന്താ? I തന്നെയാണ് ആൻസർ. ഓക്കെ ആണല്ലോ? സോ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ നോക്കിയടാ, I⁻1, I⁻2, I⁻3 പ്ലസ് അങ്ങനെ പോയിട്ട് I⁻100 വരെ ഉള്ളതിന്റെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കി വെക്കുക, കോംപ്ലക്സ് നമ്പർ, അതായത് നമ്മൾ ഈ അയോട്ട് ഉണ്ടല്ലോ, ഐന്റെ പവേഴ്സ് ആയിട്ടുള്ള 4 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ എടുത്തിട്ടുള്ളത്? I⁻1, I⁻2, I⁻3, I⁻4. അതിന്റെ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇതല്ലാത്ത തന്നെ എടുത്തു നോക്കുക. ഇങ്ങോട്ട് നോക്കിയടാ, അടുത്ത ആളെടുത്തു, ഏത്? I⁻5, I⁻6, 7, 8. നെക്സ്റ്റ് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 4, അതായത് അതിന്റെ പവർ ആയിട്ടുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 4 ആളുകൾ എടുത്താൽ നമുക്ക് 4 ആളുകളുടെ സം എടുത്താൽ നമുക്ക് ആൻസർ എന്താ കിട്ടുക? 0 ആണ് കിട്ടുക എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. I⁻2 കോൺസിക്യൂട്ടീവ് പവർ ഓഫ് നമ്മൾ ഐന്റെ 4 ടേംസിന്റെ പവറിന്റെ സമ്മ് എന്ന് പറയുന്നത് 0 ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നേരെ അതിന്റെ വാല്യൂസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇവിടെ. സോ ഇങ്ങോട്ട് നോക്കിയടാ, I⁻1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? I തന്നെയാണ്. ഇവിടെ നോക്കിക്കോ, I തന്നെയാണ്. പ്ലസ് I² എന്ന് പറഞ്ഞാൽ -1 ആണ്. I³ എന്ന് പറഞ്ഞാൽ -I ആണ്. I⁻4 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ നോക്കിയേ, ഈ I-യും -I-യും കട്ടായി പോകും, ഈ -1ഉം 1ഉം കട്ടായി പോകും. പിന്നെ എന്താ ഉള്ളത്? ഒന്നുമില്ല. അങ്ങനെ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 0 എന്ന ആൻസർ കിട്ടും. അതാണ് പറഞ്ഞത്, ഐന്റെ പവേഴ്സ് ആയിട്ടുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 4 ടേംസിന്റെ സമ്മ എങ്ങനെ എടുത്താലും ആൻസർ എന്താണ്? 0 ആണ്. അപ്പൊ അങ്ങനത്തെ എത്ര സെറ്റ് ആക്കാൻ പറ്റും? I⁻100 എന്ന് പറഞ്ഞാൽ I⁻100നെ 100 എന്ന് പറയുന്ന നമ്പറിനെ സുഖസുന്ദരമായിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ എത്ര സെറ്റ് ആക്കാൻ പറ്റും? 25 സെറ്റ് ആക്കാൻ പറ്റും. ഈ 25 സെറ്റിന്റെയും സമ്മ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പൊ 25 0 കൂട്ടിയാലേ ആൻസർ എന്താണ് കിട്ടുക? 0 തന്നെയല്ലേ കിട്ടുക. 25 0 കൂട്ടി എഴുതിയിട്ട് കൂടൊന്നുമില്ല നമ്പർ. 25 0 ഉണ്ടാവും. സോ ആൻസർ നമുക്ക് എന്താണ് കിട്ടി? 0 എന്ന് തന്നെ ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? സോ നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ 3 × 7 + I7 പ്ലസ് ബ്ലാ 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 ബ്ലാ. അതിനെ A + IB എന്ന് പറയുന്ന ഫോമിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങോട്ട് നോക്കിയടാ,
ഇവിടെ ചെയ്യാൻ വലിയ സംഭവമൊന്നുമില്ല. സാധാരണ നമ്മൾ എക്സും നമ്പേഴ്സും നമ്മളെ പോളിനോമിയൽസിൻ്റെ ബ്രാക്കറ്റ് പൊട്ടിക്കുക അങ്ങനെയുള്ള പരിപാടി ഉണ്ടല്ലോ, സെയിം പരിപാടി തന്നെ. ഇവിടെ നമ്മൾ നേരെ ബ്രാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇയാളെയും ഗുണിക്കണം ഇയാളെയും ഗുണിക്കണം. അവർ രണ്ടുപേരെയാണ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ പരിപാടി, അല്ലാണ്ട് വേറെ വലിയ സംഭവമാക്കാനുള്ള പരിപാടികളൊന്നുമില്ല. ഇവർ രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്യുക, ഇവർ രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 21 + 21 i എന്ന് കിട്ടി. ഇനി ഈ ഐനെ ഇയാളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇയാളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. i × 7 7 i ആണ്. i7 ഉം i കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ i × i എന്താ? i² ആണ്. i² വാല്യൂ എന്താണ്? -1 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു 21 i ഇവിടെ ഒരു 7 i കൂടെ ഉണ്ടായിരുന്നു, രണ്ടും കൂടെ ആഡ് ചെയ്ത് 28 i എന്ന് കിട്ടി. i² എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ -1 × 7 -7 എന്ന് കിട്ടി. 21 എന്ന് 7 കുറക്കാൻ നമുക്കറിയാലോ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 14 + 28 i എന്ന് കിട്ടി. പ്രത്യേകം ശ്രദ്ധിക്കുക, a + ib എന്ന് പറയുന്ന ഫോർമാറ്റിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റിയൽ പാർട്ട് ആദ്യവും ഇമാജിനറി പാർട്ട് രണ്ടാമതായിട്ട് തന്നെ എഴുതി കൊടുക്കണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് എഴുതി കൊടുത്താൽ നമുക്ക് ആൻസർ മാർക്ക് ഫുള്ള് കിട്ടത്തില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ ഇൻ ദ ഫോം ഓഫ് a + ib. ഇയാളെ a + ib ഫോമിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നോക്കിയടാ ഈ കാണുന്ന നമ്പറിനെ. സാധാരണഗതിയിൽ നമ്മൾ ഇത്രയും കാലം ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് 2 നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ബ്രാക്കറ്റ് പൊട്ടിക്കുമ്പോൾ എങ്ങനെയാണ് പൊട്ടിച്ചിരുന്നത്? ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള 5നെ ഇയാളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ ഇയാളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇയാളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇയാളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അത് തന്നെയാണ് ഇവിടെയും, വേറെ മാറ്റമൊന്നുമില്ല. സോ 5 × -2 അതുപോലെ 5 × i, പിന്നെയോ 3i × -2 അതുപോലെ 3i × i. ഇത്രയുള്ള പരിപാടി. 5 × -2 -10 കിട്ടി, 5 × i 5i കിട്ടി, അതുപോലെ 3i × -2 ഒരു നെഗറ്റീവ് ഉണ്ടാവും. സോ ആൻസർ നമുക്ക് എന്ത് കിട്ടി? -6i എന്ന് കിട്ടും. അതുപോലെ 3i × i ആണ്, ഐയും ഐയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ i² ആണ് കിട്ടുക. സോ 3i² എന്ന് കിട്ടും. i² വാല്യൂ -1 ആണ്. സോ 3 × -1 അങ്ങനെ -3 എന്ന് ഇവിടെ വരും. ഇവിടെ 5i -6i ഉണ്ട്. സോ -i എന്ന് കിട്ടും. സോ നമുക്ക് ആൻസർ ഫൈനലി ലാസ്റ്റ് എന്ത് വരും? ഒരു -10 -3 അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിട്ട് മാറും? -13 ആയിട്ട് മാറും. -10 എന്ന് വീണ്ടും -3 3 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ -13 -i എന്ന് നമുക്ക് ആൻസർ കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇമാജിനറി പാർട്ടിനെ രണ്ടാമതായിട്ട് തന്നെ എഴുതി കൊടുക്കണം. ആദ്യം കൊണ്ട് എഴുതി കൊടുത്തിട്ട് ഫുൾ മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കരഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ 3 - 2i / 1 + 2i ഇൻ ദ ഫോം ഓഫ് a + ib. ഇയാളെ a + ib ഫോമിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളെ, ഞാൻ തൊട്ട് മുൻപ് നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഡിനോമിനേറ്ററിൽ ആര് വരാൻ പാടില്ല? i വരാൻ പാടില്ല എന്ന്. അപ്പോൾ ആ ചെങ്ങായിനെ അവിടുന്ന് ഒഴിവാക്കണം. അത് ഒഴിവാക്കാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഈ 1 + 2i എന്ന് പറയുന്ന ചെങ്ങായി ഉണ്ടല്ലോ, അയാളുടെ കോൺജുഗേറ്റ് കൊണ്ട് താഴെ മുകളിലും അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഇമാജിനറി പാർട്ടിന്റെ സൈനാണ് മാറ്റി കൊടുക്കുക. ഇമാജിനറി പാർട്ടിന്റെ സൈൻ ഇവിടെ പ്ലസ് ആണ്, അപ്പം മൈനസ് ആക്കി കൊടുക്കുക. അത്ര ഉള്ള പരിപാടി. എന്താക്കി കൊടുക്കുക? മൈനസ് ആക്കി കൊടുക്കുക താഴെ മേലെയും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആ താഴെ മേലെ ആ ചെങ്ങായിനെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? ഇതെന്താ സാധനം? a + ib ഫോമിലല്ലേ കിടക്കുന്നത്? ഇതോ a - ib എന്നുള്ള. നിങ്ങൾ നോക്കിയടാ, ഓക്കെ a + b ഇതെന്ത് ഫോമില? a + b എന്ന ഫോമിലാണ്. ഇത് a - b, കാരണം ഇത് രണ്ടും സെയിം ആണ്, ഇത് രണ്ടും സെയിം ആണ്. നമുക്കറിയാം a + b × a - b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? a² - b² ആണെന്നുള്ളത് നമുക്കറിയാം. അറിയൂലേ? അപ്പോൾ ഇവിടെ നോക്കിയടാ, ഇവിടെ a + b എന്ന ഫോമിലാണ്, ഇത് a - b എന്ന ഫോമിലാണ്. ഇവിടെ a എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1² എന്ന് എഴുതി കൊടുത്തു, മൈനസ് ഇട്ട് കൊടുത്തു. ഇവിടെ b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? 2i ആണ്. 2iന്റെ സ്ക്വയർ റൂട്ട് കൊടുത്തു. പരിപാടി മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ മുകളിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇയാളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇയാളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇയാളും മൾട്ടിപ്ലൈ ചെയ്യുക, ഇയാളും മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് തന്നെ പരിപാടി. സോ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. 3 × 1 അതുപോലെ 3 × -2i -2i × 1 അതുപോലെ -2i × -2i. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 3 കിട്ടി. ഇവിടെ നമുക്ക് -6i കിട്ടും. അതേപോലെ ഇവിടെ -2i കിട്ടും. ഇവിടെയോ -2 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ +4 ആവും. i × i i² ആണ്. i² വാല്യൂ -1 ആണ്. സോ ഇയാൾ എന്തായിട്ട് മാറും? ഇവഞ്ച്വലി -4 ആയിട്ട് മാറും അയാൾ. പിന്നെ ഇവിടെ നോക്കിയാൽ -6i ഉണ്ട്, -2i ഉണ്ട്, അത് -8i ആയിട്ട് മാറും. പിന്നെ 3ൽ നിന്ന് 4 മൈനസ് ചെയ്തു. 3ൽ നിന്ന് 4 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? -1 കിട്ടും. ഇനി താഴത്തെ അവസ്ഥ നോക്കിയേ, താഴത്തെ അവസ്ഥ ഇവിടെ ഒരു 1² ഉണ്ട്, അത് 1 തന്നെ ആയിട്ട് മാറും. 2iന്റെ സ്ക്വയർ ആണ്. അപ്പോൾ 2ന്റെ സ്ക്വയർ എടുത്തു 4, iന്റെ സ്ക്വയർ എന്ന് പറയുന്നത് i² തന്നെയാണ്. i² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? -1 ആണ്. സോ 4 × -1 എന്ന് വരും. 4 × -1 എന്ന് വരും. 4 × -1 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? -4 ആണ്. സോ 1 - -4 എന്ന് വരും. 2 മൈനസും കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സോ ഇതെന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. സോ 1 + 4 അതെന്താണ്? 5 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? ഈ 3ൽ നിന്ന് 4 മൈനസ് ചെയ്തിട്ട് -1 കിട്ടി. സോ -1 - 8i / 5 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ.
ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബാക്കോട്ട് അടിച്ചിട്ട് അത് വീണ്ടും ചെയ്ത് മനസ്സിലാക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ട് പോണേടാ മക്കളെ. ഇനി ഇതിനെ ഒന്നും കൂടെ നല്ല രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി കൊടുത്തു. -1 ഡിവൈഡഡ് ബൈ 5 അതുപോലെ -8/5 i എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തു. ഇവിടെ റിയൽ പാർട്ട് ആരാടാ? -1/5 ആണ്. ഇമാജിനറി പാർട്ടോ -8/5 ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? സോ നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിൽ എന്താ പറയണത്? ഈ ചങ്ങായിനെ a+ib ഫോമിൽ എക്സ്പ്രസ് ചെയ്യാനാണ്. കാര്യമായിട്ട് ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനം ഒന്ന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അതുപോലെ a+ib എക്സ്പ്രസ് ചെയ്യാന്നുള്ള പരിപാടിയാണ്. സോ നമുക്ക് നോക്കാം. വ്യത്യസ്ത രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇത് മൊത്തത്തിൽ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നേരെ ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് പോവല്ലേ. അപ്പൊ പിന്നെ ഈ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്? ഈ റിയൽ പാർട്ടുകൾ ഉണ്ടല്ലോ, ആരാടാ? റിയൽ പാർട്ട്. ആ റിയൽ പാർട്ടുകൾ രണ്ടുപേരും കൂടെ ആഡ് ചെയ്യുക. ഇയാളും ആഡ് ചെയ്യുക. അതാണ് ഇവിടെ നേരെ ചെയ്തിട്ടുള്ളത്. 1/3 4 ആഡ് ചെയ്തു. അതേപോലെ ഇമാജിനറി പാർട്ടും ആഡ് ചെയ്യുക. ആര്? 7/3 1/3 ഇവർ രണ്ടുപേരും ആഡ് ചെയ്യാൻ പണിയില്ല. കാരണം ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 7ഉം 1ഉം ആഡ് ചെയ്തു. 8/3 എന്ന് എഴുതി കൊടുത്തു. ഇവരെങ്ങനെ ആഡ് ചെയ്യുക? നേരെ ക്രോസ് ചെയ്യുക. 3 × 4 3 × 4 12 ആണ്. 12ലേക്ക് 1 ആഡ് ചെയ്ത് കൊടുക്കുക. ഡിവൈഡഡ് ബൈ 3 എഴുതി കൊടുക്കുക. ഇതാണ് പരിപാടി. ഇങ്ങനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നടുവിലാണ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ? സോ 12 + 1 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. അങ്ങനെ നമുക്ക് 13 ഡിവൈഡഡ് ബൈ 3 കിട്ടി. ഇവിടെ 8/3 i ഉണ്ട്. തൊട്ടപ്പുറത്ത് എന്തുണ്ടായിരുന്നു? പുറത്തൊരു മൈനസ് കിടക്കുന്നുണ്ട്, ഉള്ളിൽ വേറെ മൈനസ് കിടക്കുന്നുണ്ട്. ഈ മൈനസ് കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ആണ് ഈ ബ്രാക്കറ്റ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ബ്രാക്കറ്റിന്റെ പുറത്തല്ലേ മൈനസ് കിടക്കുന്നത്. അപ്പൊ ബ്രാക്കറ്റ് പൊട്ടിച്ചിട്ട് ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഈ മൈനസ് പ്ലസ് ആയിട്ട് നിങ്ങൾ എഴുതി കൊടുക്കും. എന്തായാലും എഴുതി കൊടുക്കും എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഈ പ്ലസ് ഉള്ളത് മൈനസ് ആക്കാൻ മറക്കരുത്. പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഈ ബ്രാക്കറ്റിന്റെ പുറത്താണ് ആര് കിടക്കുന്നത്? മൈനസ് കിടക്കുന്നത്. ഓക്കെ ആണല്ലോ? സോ മൈനസ് നമ്മൾ ബ്രാക്കറ്റ് പൊട്ടിച്ചു പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? +4/3 അതുപോലെ -i എന്ന് കിട്ടി. ഇയാൾ ഇമാജിനറി പാർട്ട് അല്ലേ, സോറി റിയൽ പാർട്ട് അല്ലേ. അപ്പൊ റിയൽ പാർട്ട് ആയിട്ടുള്ള ഇവിടെ 13/3 കൂടെ അയാളെയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അതാണ് ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുള്ളത്. 13/3 + 4/3 അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 17/3 എന്ന് കിട്ടും. ഇവിടെ ഒരു 8/3 i ഉണ്ട്, പിന്നെ ഒരു -i എന്ന് കുറക്കാനും ഉണ്ട്. കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നോക്കി, 8/3നെ 1 മൈനസ് ചെയ്യണം. 8/3 1 മൈനസ് ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടി ഇയാളും മൾട്ടിപ്ലൈ ചെയ്ത് അപ്പം എന്ത് കിട്ടും? -3 എന്ന് കിട്ടും. 8 -3 അതായത് ഇതാണ് പരിപാടി. 8 - 3 × 1 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ആൻസർ എന്താ കിട്ടുക? 5/3 എന്ന ആൻസർ കിട്ടും. അതിൻ്റെ കൂടെ ആരെ എഴുതി കൊടുക്കണം? iനെ എഴുതി കൊടുക്കണം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. ഇതൊക്കെ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള അതേ കാൽക്കുലേഷൻസ് തന്നെയാണ്. +1 നിങ്ങൾ പഠിച്ചിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. കാൽക്കുലേഷൻ ഞാൻ കുറച്ച് സ്പീഡിലാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ i⁻⁻37 ഇൻ a+ib. a+ib എന്ന ഫോമിൽ റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം മൈനസ് ഇട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ ഡിനോമിനേറ്റർ ആക്കിയിട്ട് എഴുതി കൊടുക്കണം എന്നുള്ളത് നമുക്കറിയാം. 37നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ 1 ആണ് റിമൈൻഡർ കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ i⁻36 × i എന്ന് എഴുതി കൊടുത്തിട്ടുള്ളത്. i⁻36ന്റെ വാല്യൂ 1 ആണെന്നുള്ളത് നമുക്കറിയാം. 1 ഡിവൈഡഡ് ബൈ i നമുക്ക് കിട്ടും. ഒരു കാര്യം കൂടെ അറിയാം, ഡിനോമിനേറ്ററിൽ എന്ത് എഴുതി കൊടുക്കാൻ പാടില്ല? i എഴുതിയിട്ട് നിർത്താൻ പാടില്ല. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് താഴെ മേലെ നമ്മൾ i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? മുകളിൽ i കിട്ടും, താഴെ i² കിട്ടും. i²ന്റെ വാല്യൂ -1 ആണ്. അങ്ങനെ നമുക്ക് ആൻസർ എന്ത് കിട്ടി? -i എന്ന ആൻസർ കിട്ടി. ഇതിന് ഏത് ഫോമിൽ എഴുതണം എന്നാ പറഞ്ഞത്? a+ib എന്ന ഫോമിൽ എഴുതണം എന്നാ പറഞ്ഞത്. ഇതിപ്പോ എന്തായിട്ടുള്ളൂ? ഇമാജിനറി പാർട്ട് ആയിട്ടുള്ളൂ. റിയൽ പാർട്ട് ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ നമ്മൾ എന്തിട്ട് കൊടുത്തു? 0 ഇട്ട് കൊടുക്കുക. എന്തിട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുക്കുക. അപ്പൊ 0 - i. അപ്പൊ അവിടുത്തെ റിയൽ പാർട്ട് ആരാ? 0. ഇമാജിനറി പാർട്ട് ആരാ? -1. കാരണം -i അല്ലേ. അപ്പൊ ആൻസർ എന്താ വരിക? -1. ഓക്കെ ആണല്ലോ? അപ്പൊ ഇല്ലെങ്കിൽ നമ്മൾ എന്തിട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുക്കുകയാണ് അവിടെ വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? കൺസിഡർ ദ ഫോളോയിങ് കോംപ്ലക്സ് നമ്പർ z = 4 - 3i. ആദ്യം കോൺജുഗേറ്റ് കാണാനാണ് പറഞ്ഞത്. z⁻. അപ്പൊ z തന്നിട്ടുണ്ട്. z⁻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സൈൻ ആണ് മാറ്റി കൊടുത്താൽ മതി. പരിപാടി കഴിഞ്ഞു. അടുത്ത എന്താ പറഞ്ഞത്? ഫൈൻഡ് മോഡ് z മോഡുലസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തായിരുന്നോടാ? √a² + b². √a² + b². എന്റെ സ്ഥാനത്ത് 3 ആണ്. അതേപോലെ ബിന്റെ സ്ഥാനത്ത് എന്ന് പറയുന്നത് -3 ആണ്. -3ന്റെ √² എടുത്തു, 4ന്റെ സ്ക്വയർ എടുത്തു. അപ്പൊ 16 + 9. 16 + 9 എന്ന് പറയുന്നത് 25 ആണ്. 25ന്റെ റൂട്ട് ആൻസർ എന്ത് കിട്ടിയാ? 5 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ട്. എന്നുകൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും കൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ് z⁻ ഡിവൈഡഡ് ബൈ mod z². z⁻ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എന്താണ്? 4 + 3i ആണെന്ന് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. mod z നമുക്കറിയാം 5 ആണ്. അതിന്റെ സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ 25 ആണ് കിട്ടുക. ഇങ്ങനെയാണോ നമ്മൾ എഴുതി കൊടുക്കുക? അല്ല. ഇമാജിനറി പാർട്ടും അതുപോലെ റിയൽ പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4/25 + 3/25 i എന്ന് എഴുതി കൊടുത്തു. ഡിനോമിനേറ്റർ രണ്ടാക്കും കൂടെ വെച്ച് കൊടുത്ത് എഴുതി കൊടുത്തു. ഇത്രയേ ഉള്ളൂ പരിപാടി. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ചോദിക്കാനുള്ള ചോദ്യം പരീക്ഷ ഇടക്കിടക്ക് ചോദിക്കാറുണ്ട് മക്കളെ. ഇമ്പോർട്ടന്റ് ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുന്ന സാധനമാണ് എന്ത്? എക്സ്പ്രസ് ദ ഫോളോയിങ് ഇൻ a+ib എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, റെപ്രസെന്റ് 2+3i ഇൻ അറഗൻ പ്ലെയിൻ. ഇങ്ങനെ ഗ്രാഫുകൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ഗ്രാഫിനെ നമ്മൾ കാർട്ടീഷ്യൻ പ്ലെയിൻ എന്നാണ് പറയാറുള്ളത്, എവിടെ സ്ട്രൈറ്റ് ലൈനിലും കോണിക് സെക്ഷനിലും ഒക്കെ. ഇവിടെ നമ്മൾ ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, കോംപ്ലക്സ് നമ്പറിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഈ ചങ്ങായിന്റെ പേരൊന്നും മാറും. എന്താ പേര്, അറഗൻ പ്ലെയിൻ. അത്രേ ഉള്ളൂ പരിപാടി. ഇനി നമ്മളോട് റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞത് ആരെയാ, 2+3i. ഈ 2+3i എന്ന് പറയുന്നതിൽ ഇയാൾ നമ്മൾ എക്സ് ആക്സിസിലും റെപ്രസെന്റ് ചെയ്ത് കൊടുക്കുക, ഇയാളെ വൈ ആക്സിസിലും റെപ്രസെന്റ് ചെയ്ത് കൊടുക്കുക. അത് എക്സ് ആക്സിസിൽ 2 എന്ന് പറഞ്ഞാൽ ഏതാ, ഇതല്ലേ 2 എന്ന് പറയുന്നത്. അപ്പൊ 2നെ മേലക്കും താഴേക്കുമായിട്ട് എടുത്തു. വൈ എന്ന് പറയുന്നത് 3, അത് ഇയാളല്ലേ. അപ്പൊ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആയിട്ടുള്ള ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ കോംപ്ലക്സ് നമ്പർ ആയിട്ടുള്ള 2+3i റെപ്രസെന്റ് ചെയ്യുന്ന എന്ത്, അറഗൻ പ്ലെയിനിൽ 2+3i റെപ്രസെന്റ് ചെയ്തതാണ് ആ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയാടാ, -2 എന്താണ്, -2 -3i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, x -2 അത് ഇതാണ് പോയിന്റ്, അതേപോലെ y -3 അത് ഇതാണ് പോയിന്റ്. ഈ രണ്ട് പോയിന്റും കൂടെ നീട്ടിയിട്ടുണ്ടെങ്കിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അപ്പൊ ഇതാണ് ആരെ റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത്, -2 അതുപോലെ -3i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാറുണ്ട്, മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ പരിപാടിയാണ്. ഇത് അറിയാത്തതുകൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് 2 മാർക്ക് പോരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമ്മൾ കുറച്ച് കോംപ്ലക്സ് നമ്പേഴ്സിനെ, കുറച്ച് ഇക്വേഷൻസ് Z വന്നിട്ട് അതിനെ A+IB ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. ഒരു വലിയ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ I തന്നിട്ടുണ്ടോടാ, I ഉണ്ടെങ്കിലല്ലേ കോംപ്ലക്സ് നമ്പർ എന്ന് പറയാൻ പറ്റുള്ളൂ. I തന്നിട്ടില്ല. പക്ഷേ ഇവിടെ നോക്കിയേ, റൂട്ടിൻ്റെ ഉള്ളിൽ മൈനസ് വന്നിട്ടുണ്ട് ഇല്ലേ. റൂട്ടിൻ്റെ ഉള്ളിൽ മൈനസ് ഉള്ള ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ. ഇങ്ങോട്ട് നോക്കിയേ, കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഐന്റെ വാല്യൂ എത്രയാടാ, √-1 അല്ലേ. അപ്പൊ റൂട്ടിന്റെ ഉള്ളിൽ മൈനസ് ഉള്ള ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് I ആക്കി മാറ്റിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇങ്ങോട്ട് നോക്കിക്കോ, എന്താ ചെയ്തത്, -16 എന്ന് പറയുന്നതിനെ -1 × 16 ആക്കി കൊടുത്തു. അതേപോലെ -9 എന്ന് പറയുന്നതിനെ -1 × 9 ആക്കി കൊടുത്തു. നമുക്കറിയാം 16ന്റെ റൂട്ട് എന്ന് പറയുന്നത് 4 ആണ്, 9ന്റെ റൂട്ട് എന്ന് പറയുന്നത് 3 ആണ്. പിന്നെ എന്താ അവിടെ ബാക്കി ഉണ്ടാവുക, ഇവിടെ ഒരു √-1 ഉണ്ടാവും, ഇവിടെ √-1 ഉണ്ടാവും. √-1ന്റെ വാല്യൂ നമുക്കറിയാം I ആണ്, ഈ √-1ന്റെ വാല്യൂ എന്താണ്, I ആണ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, 3 - 4i / 1+3i എന്ന ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്, ഡിനോമിനേറ്ററിൽ ആര് വരാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, I വരാൻ പാടില്ല എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇയാൾ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്, ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് താഴെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ 1+3i കോൺജുഗേറ്റ് എടുത്താൽ 1 - 3i, മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തു, താഴെ മൾട്ടിപ്ലൈ ചെയ്തു. താഴെ എന്ത് വരും, A+B × A - B എന്ന് വരും. A+B × A - B എന്ന് പറഞ്ഞാൽ എന്താ, A², അതായത് 1² - B² അതായത് 3i². ഇനി മുകളിൽ ഇവിടുത്തെ പരിപാടി എന്താ, ഇയാളും മൾട്ടിപ്ലൈ ചെയ്തു, 3 × 1 3, 3 × -3i, 3 × 3 എന്ന് പറഞ്ഞാൽ 9 ആണ്, പിന്നെ i കൂടെ എഴുതി കൊടുത്തു. സോ -9i. അതേപോലെ -4 × 1 അപ്പൊ -4i, -4i × -3i, -4 × -3 പോസിറ്റീവ് ആയിരിക്കുമല്ലോ, ആണ്. 3 × 4 എന്ന് പറഞ്ഞാൽ 12 ആണ്. I × I എന്ന് പറഞ്ഞാൽ I² ആണ്, എഴുതി കൊടുത്തു. ഇവിടെ നോക്കിയേ, -9i ഉണ്ട്, -4i ഉണ്ട്, രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, -13i എന്ന് കിട്ടും. അതേപോലെ 12i² എന്ന് പറഞ്ഞാൽ എന്താ, I²ന്റെ വാല്യൂ -1 ആണ്. സോ 12 × -1 -12 എന്ന് കിട്ടും. സോ 3 - 13i -12 എന്ന് കിട്ടും. 3 ന്ന് 12 മൈനസ് ചെയ്താൽ -9 എന്ന് കിട്ടും. സോ -9 - 13i എന്ന് ന്യൂമറേറ്റർ കിട്ടും. ഡിനോമിനേറ്ററിന്റെ പരിപാടി എന്താ, 1² എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. സോ 3iന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം സ്ക്വയർ ഇടാൻ. മക്കളെ ഇതിന് ബ്രാക്കറ്റ് ഇട്ടിട്ട് കൊടുത്തിട്ട് വേണം സ്ക്വയർ ഇടാൻ. ബ്രാക്കറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, 3i² എന്നാ വായിക്കുക. ശരിക്ക് 3i² ആണ്. 3i² എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ കൊടുക്കണം, iന്റെ സ്ക്വയർ കൊടുക്കണം. 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9, I² എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക, -1 ആണ്. സോ 9 × -1, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, -9 എന്ന് കിട്ടും. -9 × -1 എന്ന് പറഞ്ഞാൽ -9 ആണ്. സോ 1 ഇവിടെ എന്ത് വരും, 1 - -9 എന്ന് വരും. ശരിക്ക് 1 - -9 ഈ സാധനം എന്ന് പറഞ്ഞാൽ എന്താ, 1 - -9 എന്ന് വരും. അതെന്താണ് ശരിക്ക് 1 + 9 ആണ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, -9 - 13i / 10 എന്ന് കിട്ടും. സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കൂടെ, എങ്ങനെയാടാ, -9 / 10 -13 / 10 i എന്ന് എഴുതി കൊടുത്തു. ഓക്കെ ആണല്ലോ. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത്, എക്സ്പ്രസ് z = 5 - √3i / 4 + 2 √3i in A+IB. ഇതിനെ A+IB റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ ചെയ്യേണ്ടത്, ഡിനോമിനേറ്ററിൽ I വരാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഡിനോമിനേറ്ററിൽ I ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ നേരെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു, താഴെ മുകളിലും. കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് A+B, ഇത് A - B. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം, 4² -
2√3i മൊത്തത്തിലാണ് സ്ക്വയർ ഇട്ട് കൊടുക്കേണ്ടത്, മാറിപ്പോവരുത്. ഇത് മൊത്തത്തിലാണ് ബി എന്ന് പറയുന്നത്. സോ 2√3i ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇനി എന്താ പരിപാടി? ഇയാളും മൾട്ടിപ്ലൈ ചെയ്യുക, ഇയാളും മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ ഈ ചങ്ങായി മൾട്ടിപ്ലൈ ചെയ്യുക, ഇവർ രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 × 4 20 എന്ന് കിട്ടും. 5 × -2√3 5 × 2 നമുക്കറിയാലോ 10 ആണെന്നുള്ളത്. പിന്നെ 10√3 അതുപോലെ എഴുതി കൊടുക്കുക. പിന്നെ അതുപോലെ എന്താ -√3 × 4 എന്താ 4 മൈനസ് എന്തായാലും ഉറപ്പാണ്, ഉറപ്പിച്ചു. അതുപോലെ 4ഉം √3 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 4√3i എന്ന് കിട്ടും. അടുത്ത ഇയാളും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് -√3i അതുപോലെ -2√3i. മൈനസും ഗുണിച്ചാൽ പ്ലസ് ആണെന്നുള്ള അറിയാം. സോ നമ്മൾ പ്ലസ് ഇട്ട് കൊടുത്തു. പിന്നെ ഇവിടെ നമ്പർ ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. 2 അതുപോലെ ഇട്ട് കൊടുത്തു. √3 മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 ആണ് കിട്ടുക. ഐയും മൾട്ടിപ്ലൈ ചെയ്താൽ i² ആണ് കിട്ടുക. ഇവിടെ നോക്കിയേ, ഈ 2ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ 6 ആക്കി കൊടുത്തു. അതേപോലെ ഇവിടെ 2√3i ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും സ്ക്വയർ എടുക്കണം. 2ന്റെ സ്ക്വയർ കൊടുക്കണം, √3ന്റെ സ്ക്വയർ കൊടുക്കണം, ന്റെ സ്ക്വയർ കൊടുക്കണം. 2ന്റെ സ്ക്വയർ നമ്മൾ എഴുതി കൊടുത്തു. എന്താണ് ഇവിടെ? 4ന്റെ സ്ക്വയർ 16 എന്ന് എഴുതി കൊടുത്തു. മൈനസ് 2ന്റെ സ്ക്വയർ എടുത്തു, അതെന്താണ് 4 ആണ്. √3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. അപ്പോൾ 4 × 3 എത്രയാ? 12 എന്ന് എഴുതി കൊടുത്തു. അതിന്റെ സ്ക്വയർ എത്രയാ? -1. ക്ലിയർ ആണല്ലോ. ഇവിടെ നോക്കിയടാ, ഇവിടെ 2ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. i എന്ന് പറയുന്നത് -1 ആണ്. -1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. സോ 6 × -1. ഇനി ഇവിടെ -10√3i ഉണ്ട്, ഇവിടെ ഒരു 4√3i ഉണ്ട്. അപ്പൊ നമുക്ക് ഇയാളെ രണ്ടുപേരും കൂടെ മൈനസ് ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? -10√3i -4√3i. 10 എന്ന് -10ൽ നിന്നും വീണ്ടും 4 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക? -14 എന്നാണ് കിട്ടുക. സോ 20 -14√3i പ്ലസ് ഇവിടെ 2ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, 6 എഴുതി കൊടുത്തു. 6 × -1 എന്ന് എഴുതി കൊടുത്തു. ഓക്കെ ആണല്ലോ. 6 -1 മൾട്ടിപ്ലൈ ചെയ്താൽ -6 ആണ് കിട്ടുക. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ 12ഉം -1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ -12ഉം -1ഉം -1 മൾട്ടിപ്ലൈ ചെയ്താൽ അവിടെ പ്ലസ് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 20 -4√3 -6 എന്ന് കിട്ടി. 20 ന്ന് 6 മൈനസ് ചെയ്തൂടെ? 20 ന്ന് 6 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 14 എന്ന് കിട്ടും. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 14 -14√3i ഡിവൈഡഡ് ബൈ 16ഉം 12ഉം കൂട്ടിയിട്ടാണ് നമുക്ക് 28ഉം കിട്ടി. ഓക്കെ ആണല്ലോ. അങ്ങനെ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ആയിട്ട് എഴുതി കൊടുത്തു. എങ്ങനെയാണ്? 14 ഡിവൈഡഡ് ബൈ 28 അതുപോലെ 14√3 ഡിവൈഡഡ് ബൈ 28i എന്ന് എഴുതി കൊടുത്തു. ഇവിടെ 14ഉം 28ഉം കൂടെ കട്ട് ചെയ്തു. കാരണം എന്താ? 14ന്റെ നേരെ ഡബിൾ ആണ് 28 എന്ന് പറയുന്നത്. 40ൽ എത്ര ആണുള്ളത്? 1 ആണുള്ളത്. ഇവിടെ എത്ര ആണുള്ളത്? 2 ആണുള്ളത്. സെയിം പരിപാടി ഇവിടെയും കട്ട് ചെയ്യാം. 14ഉം 28ഉം കട്ട് ചെയ്തു. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? 1 × √3 എന്ന് പറയുന്നത് √3 ആണ്. ഡിവൈഡഡ് ബൈ 2 അതുപോലെ തന്നെ എഴുതി കൊടുത്തു. ഇവിടെ 1ഉം 2 ആണുള്ളത്. സോ 1/2 എന്ന് എഴുതി കൊടുത്തു. സോ 1/2 -√3/2i എന്ന് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ മക്കളെ? ശ്രദ്ധിച്ച് വേണം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ എഴുതി പോകാൻ. എന്തെങ്കിലും ഒരു കാൽക്കുലേഷനിലെ ചെറിയ മിസ്റ്റേക്ക് മതി നമ്മളുടെ മൊത്തം സാധനം കയ്യിൽ നിന്ന് പോകാൻ. ഇനി ഇവിടെ നോക്കിയാടാ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് 5 - 3i ഹോൾ ക്യൂബ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അതിനാദ്യം നമുക്ക് എന്തറിഞ്ഞിരിക്കണം? a - b ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കണം. ഈ എക്സ്പാൻഷൻ അറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക? എന്താ ചോദിച്ചത്? 5 - 3i ആണ്. അപ്പൊ 5 - 3i × 5 - 3i കാണുക. ഇത് ഗുണിച്ചാൽ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടുമല്ലോ. അതിനെ വീണ്ടും 5 - 3i കൊണ്ട് ഗുണിക്കുക. ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള പരിപാടിയൊന്നുമല്ല, സമയം കുറച്ചെടുക്കും. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ ഒന്നും കാണാതെ പഠിക്കുക. എന്തായാലും ബൈനോമിയൽ തിയറത്തിൽ നമുക്ക് ഈ ഇക്വേഷൻ ആവശ്യമാണ്. സോ നമ്മൾ ഇക്വേഷൻ പഠിച്ചു കൊടുക്കുക. a - b ഹോൾ ക്യൂബിന്റെ ഇക്വേഷൻ ഇതാണ്. a³ - 3a² b പ്ലസ് 3ab² - b³. ഇനി a മൈനസിന് പകരം പ്ലസ് ആണെങ്കിലോ ഒന്നും ആലോചിക്കുക, നിരത്തി പ്ലസ് ആണ് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ ആൾട്ടർനേറ്റീവ് മൈനസ് വരും. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. എത്രയാണോ ഉള്ളത് അതങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ പരിപാടി. ചിന്തിക്കാൻ അതിന് മാത്രം വലിയ കൂലങ്കഷമായി ചിന്തിക്കാനൊന്നുമില്ല. അപ്പോൾ a - b ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ നമുക്കറിയാം. അത് നേരെ ഇവിടെ കൊണ്ടുവന്നാണ് ഇട്ട് കൊടുക്കുക. എന്റെ സ്ഥാനത്ത് ഇവിടെ 5 ആണ്, ബിന്റെ സ്ഥാനത്ത് ആരാടാ? എന്റെ സ്ഥാനത്ത് ഇവിടെ 5 ഉണ്ട്, ബിന്റെ സ്ഥാനത്ത് ആരുണ്ട്? 3i ഉണ്ട്. ഓക്കെ ആണല്ലോ. സോ a² ആണ് ആദ്യം. സോ a² അല്ല, a³. 5³ ഞാൻ ഈ ക്യൂബിന് പകരം സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കേണ്ട, ക്യൂബാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. സോ 5³ - 3a² b എന്നാണ്. സോ എന്റെ സ്ഥാനത്ത് 5 ആണ്. സോ 5² - 3i എന്ന് കൊടുത്തു. പിന്നെ അടുത്ത എന്താണ്? 3ab² ആണ്. സോ 3 × a × b². ഇവിടെ ആരാ? ഇയാൾ 3 ഉണ്ട്, പിന്നെ a, ഇത് b. നെക്സ്റ്റ് എന്താണ്? b³ എഴുതി കൊടുത്തു. ഇനി എന്താ വേണ്ടത്? 5ന്റെ ക്യൂബ് 125. 3 × 5ന്റെ സ്ക്വയർ 25 ആണ്. 3 × 25 എന്ന് പറഞ്ഞാൽ 75 ആണ്. 75 × 3 225. ഓക്കെ ആണല്ലോ. 225 പിന്നെ ഒരു ഐയും കൂടെ ഉണ്ട്, ഐയും അതുപോലെ എഴുതി കൊടുത്തു. നെക്സ്റ്റ് എന്താണ്? 3 × 5 × 3i ഹോൾ സ്ക്വയർ. ഇവിടെ നോക്കിയടാ,
3i ഹോൾ സ്ക്വയർ പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ കൊടുക്കണം, ഐന്റെ സ്ക്വയർ കൊടുക്കണം, അത്രേ ഉള്ളല്ലോ. സോ 3 × 5 പറഞ്ഞാൽ 15 ആണ്, ഐന്റെ സ്ക്വയർ എന്താണ് 9 ആണ്, 9 × 15 ഓക്കെ 15 ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ 9i സ്ക്വയർ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത എന്താണ് 3iന്റെ ക്യൂബ് എടുക്കാനാണ്. 3ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്, ഐന്റെ ക്യൂബ് എന്ന് പറയുന്നത് i ക്യൂബ് ആണ്. നമുക്കറിയാവുന്ന വാല്യൂസ് ഒക്കെ വീണ്ടും കൊടുക്കുക. 125 ഒന്നും ചെയ്യാനില്ല, 225 ഐയും ഒന്നും ചെയ്യാനില്ല. ഇവിടെ 15 × 9 നമുക്കറിയാം 135 ആണ്, ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇനി ഇവിടെ നോക്കിയേ ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് -i ആണെന്നുള്ളത് നമുക്കറിയാം. ഐ സ്ക്വയർ -1 ആണ്, അതുപോലെ ഐ ക്യൂബ് എന്ന് പറയുന്നത് -i ആണ്, അതും കൊടുത്തു. ഇനി ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്തൂടെ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് -135 എന്ന് കിട്ടി. ഇവർ രണ്ടുപേരും ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് രണ്ടും കൂടെ പ്ലസ് ആയിട്ട് മാറിയിട്ട് +27i എന്ന് കിട്ടി. ഇവിടെ ഒരു -225i ഉണ്ട്, അതിലേക്ക് ഒരു 27i ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ -198i എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ ഒരു 125 ഉണ്ട്, അതിന്ന് 135 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് -10 എന്ന് കിട്ടും. അപ്പോൾ ഇമാജിനറി പാർട്ട് രണ്ടാമതായിട്ടും റിയൽ പാർട്ട് ആദ്യത്തിലും നമ്മൾ എഴുതി കൊടുത്തു. സോ ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ് മക്കളെ. പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഓരോന്നും ഒറ്റയ്ക്ക് ഓരോ ചോദ്യവും നിങ്ങൾ എടുത്തിട്ട് പേപ്പർ എടുത്തിട്ട് വെള്ള പേപ്പർ എടുത്തിട്ട് അതിൽ ചെയ്ത് നോക്കുക തന്നെ വേണം. നമ്മുടെ പേപ്പർ നോട്ട് ബുക്കിലൊക്കെ ഇഷ്ടംപോലെ പേജ് കിടക്കുന്നുണ്ടാവും, പേജിലെ ഓരോ ക്വസ്റ്റ്യനും ഒറ്റയ്ക്ക് ചെയ്ത് നോക്കി അതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ. സോ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും എഴുതാൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, നിർത്തുന്നു. താങ്ക് യു.